എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കറിയാണ് പഴമങ്ങാ പുളിശ്ശേരി. അധികം സംഭവങ്ങളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ടാണ് ഇത്തവണ ഉണ്ടാക്കിയത്. ആവശ്യത്തിന് വെള്ളവും വേണ്ടത്ര ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങയുടെ സീസൺ ആവാൻ കാത്തു നിൽക്കുകയായിരുന്നു ഇങ്ങനെ ഒരു പഴമാങ്ങാക്കറി ഉണ്ടാക്കാൻ. ഇതിന് ശേഷം കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര കിടന്ന് നല്ലപോലെ അത് അബ്സോർബ്ഡ് ആയിട്ടുണ്ട്. തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ആഡ് ചെയ്യാം. അടി ചേർത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാങ്ങ അടിയിൽ ഒട്ടിപ്പിടിച്ച് കരിയാൻ ചാൻസ് ഉണ്ട്, അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. 2-3 പച്ചമുളകും കൂടെ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ എരിവ് വേണ്ടവർക്ക്. കാര്യം ഇത് പഴമാങ്ങാക്കറി മധുരക്കറി ആയതുകൊണ്ട് തന്നെ ചട്ടി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു കയ്യിലിട്ട് വെക്കണതും നല്ലത്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. കറി മുഴുവൻ കേടായി പോവുകയും ചെയ്യും. ഈ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പഴമാങ്ങാക്കറിയിലേക്ക് ആവശ്യമുള്ള തൈര് ഉടച്ചത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ഇത് ആഡ് ചെയ്യാനായിട്ട്. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂണിനുള്ള കണക്കിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല കട്ട ലബാനാണിത്. എല്ലാം കൂടെ ഇളക്കി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും പുളിയും മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. കടുക്, ഉലുവ, ഉള്ളുള്ളി, ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഒരു പിഞ്ച് ഇച്ചിരി മുളക് പൊടി ഇട്ട്